മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിൽ ഉടനീളം എല്ലാ നിലയിലുമുള്ള അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ റമളാനിലെ ആദ്യ ജുമുഅയ്ക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. തൊട്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ വളരെ തൊട്ടടുത്ത നാളുകളിൽ ഒരു റമളാൻ കഴിഞ്ഞ ഒരു പ്രതീതിയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പെട്ടെന്നൊരു റമളാനിൻ്റെ ആഗമനം സംഭവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ലോകം എപ്പോഴും പുരോഗതിയിലേക്കോ ശാശ്വതത്വത്തിലേക്കോ അല്ല ചലിക്കുന്നത്. അത് ക്രമേണ ചുരുങ്ങി ശേഷികളും കഴിവുകളും പ്രപഞ്ചത്തിൽ നിർണയിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള ശേഷികൾ കുറഞ്ഞ് കുറഞ്ഞ് സൂര്യൻ അതിൻ്റെ ജ്വാലയും ചന്ദ്രൻ്റെ പ്രഭയും നക്ഷത്ര സമൂഹങ്ങളുടെ കർത്തവ്യങ്ങളും എല്ലാം കുറഞ്ഞു കുറഞ്ഞ് ഒരു നാശത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് നാളുകൾ പിന്നിടുമ്പോൾ മനുഷ്യരാശിയുടെ മുൻപിലുള്ളത്. അതിൽ ഒരു ഉദാഹരണമാണ് തഖാറുബു സമാൻ. ഇമാം മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കുറേ കാര്യങ്ങൾ വിവരിക്കുന്നതിൽ ഒരെണ്ണം അതാണ്. സമയം അടുത്തു വരിക, ദിവസങ്ങൾ അടുക്കുക, ആഴ്ചകൾ അടുക്കുക, മാസങ്ങളും വർഷങ്ങളും അടുത്തടുത്ത് വരിക. അത് നമ്മെ അനുഭവപ്പെടുത്തുന്നതാണ്. ഈ സമയം കുറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ അനുഭവിപ്പിക്കുകയാണ്. കഴിഞ്ഞ റമളാൻ ഇന്നലെ കഴിഞ്ഞതുപോലെയുള്ള പ്രതീതി ഉണ്ടാകുന്നു എന്ന് സാരം. അപ്പൊ ഈ റമളാനിലെ ഒരു ജുമുഅയ്ക്ക്, ആദ്യത്തെ ജുമുഅയ്ക്ക് ലോകം എന്ന് സാക്ഷികളായി തീരുന്ന ഒരു അസുലഭമായ സന്ദർഭമാണ്. എല്ലായിടത്തും ഇന്ന് റമളാനാണ്. റമളാനിൽ 2-3 കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഇന്ന് മനുഷ്യരോട് മാത്രം അള്ളാഹു ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ, മറ്റ് ജീവജാലങ്ങളോടൊന്നും ആവശ്യപ്പെടാത്തത്, ഒരു ചരാചരത്തോടും ആവശ്യപ്പെടാത്തത് വിശിഷ്യ മനുഷ്യരോട് ആവശ്യപ്പെടുന്നു. അത് തമ്മിൽ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു പാഠമായി തോന്നുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദിലെ ഒരായത്താണിത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ ചരാചരങ്ങളും അവയുടെ ഉത്ഭവം, നിലനിൽക്കുന്ന നിർണിത കാലം, അതിനാവശ്യമുള്ള വിഭവങ്ങൾ, അത് ഈ ലോകത്ത് അസ്തമിക്കുകയോ ഇല്ലാതാവുകയോ രൂപമാറ്റത്തിന് വിധേയമാവുകയോ ചെയ്യുന്ന പ്രക്രിയകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബിൽ വളരെ വ്യക്തമായി സുചിന്തിതമായി രേഖപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാകുന്നു. ഇതാണ് ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും, അത് സസ്യാദികൾ മുതൽ മൃഗങ്ങളുമെല്ലാം അത് ആഹരിക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു,
അതിൻ്റെ വംശവർദ്ധനവ് നടത്താൻ വേണ്ട പ്രക്രിയകളിൽ ഏർപ്പെടുന്നു. അത് സ്വസ്ഥമായും ശാന്തമായും ഉറങ്ങുന്നു. ഇത്രയും നമുക്ക് സുപരിചിതമാണ്. ഇവിടം മുതൽ നമ്മുടെ ഉറക്കത്തെ അള്ളാഹു ഒരു വലിയ അനുഗ്രഹമായി കാണുന്നതോടൊപ്പം ആ അനുഗ്രഹം സിദ്ധിച്ച മനുഷ്യർ, അത് അനുഭവിക്കുന്ന മനുഷ്യർ അഥവാ ഉറങ്ങുന്ന മനുഷ്യർ, അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരം ഉണ്ടാകണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു. മറ്റു ജീവജാലങ്ങളോട് ആവശ്യപ്പെടാത്തതാണത്. വജഅൽനാ നൗമക്കും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ. സൂറ അൻ-നബഅ. അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ, അത് വളരെ ശാന്തമായ അവസ്ഥയിൽ ഉറക്കം സംവിധാനിച്ചവൻ അവനാണ്. അത് രാത്രിയാണ്. കാലങ്ങൾ മാറിയപ്പോൾ വൻ വികസിത രാജ്യങ്ങൾ, വിശിഷ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെ മുഖമുദ്ര രാത്രി ഉണർന്നിരിക്കുകയും പകൽ ഉറങ്ങുകയുമാണ്. അത് ഒരു മനുഷ്യ പ്രകൃതത്തോടുള്ളൊരു വെല്ലുവിളി മാത്രമല്ല, മനുഷ്യ പ്രകൃതം നിർമ്മിച്ചുണ്ടാക്കിയ മാനുഷികമായ ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയെ അവരറിയാതെ അവരെ കൊണ്ട് തന്നെ അട്ടിമറിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് 24 മണിക്കൂറും അല്ലെങ്കിൽ രാത്രി മുഴുവൻ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെയും നഗരങ്ങളും നഗരവീഥികളും ജനനിബിഡമാണ്. എല്ലാ മാളുകളും കച്ചവട സ്ഥാപനങ്ങളും നിബിഡമാണ്. അങ്ങനെ ആയി. അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്, നമ്മൾ 24 മണിക്കൂറുമാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ. 24 മണിക്കൂറും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോൾ ഉണർന്നാലും നിങ്ങളെ അതിനകത്ത് പിടിച്ചിടും. എന്താ ആവശ്യമെന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. മുൻപ് കേരളത്തിലൊക്കെ 2 നേരം വാർത്ത കേട്ടിരുന്ന മലയാളി 24 മണിക്കൂറും വാർത്ത കേൾക്കുകയാണ്. അങ്ങനൊരു വാർത്ത ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് സൂചിപ്പിച്ചത് ഖുർആൻ അടിവരയിട്ട് ബോധ്യപ്പെടുത്തിയ ഒരു വലിയ അനുഗ്രഹം മനുഷ്യരുടെ ഉറക്കമാണ്. അതിൽ നിന്ന് എപ്പോൾ ഉണരുന്നുവോ അപ്പോൾ അവൻ്റെ മേൽ ചില ചുമതലകളുണ്ട്. ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ പറഞ്ഞ ഒരു വാക്ക്, ബിസ്മിക റബ്ബി വളഅ്തു ജൻബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഇലയ്യ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. ഈ ഉറക്കത്തിൽ എന്നെ നീ പിടിച്ചെടുത്താൽ എൻ്റെ ആത്മാവിനോട് നീ കരുണ ചെയ്യണമേ. ഉറക്കത്തിൽ മനുഷ്യൻ അത് ബോധപൂർവം മരിക്കാൻ കിടക്കുന്നതല്ല, അവനറിയാതെ തന്നെ അവൻ്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നീ എൻ്റെ ആത്മാവിനോട് കരുണ ചെയ്യണം. അതല്ല, പ്രഭാതത്തിൽ ഉണരാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. ഉറക്കം അനുഭവിച്ച ഒരാൾ അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നീ എന്നെ ഒരു ലഘുവായ മരണത്തിന് ശേഷം എന്നെ നീ ജനിപ്പിച്ചിരിക്കുന്നു, ഉണർത്തിയിരിക്കുന്നു. അതിൽ നിന്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്ന് അവന് സ്തുതി പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വജഅൽന ലൈല ലിബാസ, അത് നിങ്ങളുടെ സുരക്ഷയായി രാത്രിയെ സംവിധാനിച്ചു. ലിബാസ് വസ്ത്രം എന്ന അർത്ഥത്തിലാണ് നമ്മൾ കേട്ടുകേൾവിയുള്ളത്. അതല്ല, നമ്മുടെ മനസ്സിനും ശരീരത്തിനും അന്തരീക്ഷത്തിനും പ്രകൃതിക്കും പ്രകൃതത്തിനുമെല്ലാം സുരക്ഷാ വലയമാണ് രാത്രിയുടെ അവസ്ഥ. ആ യാമങ്ങൾ മുഴുവൻ
അതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം. വജഅൽന നഹാറ മആഷ, ഇനി നിങ്ങൾക്ക് ജീവിക്കണം, അത് പകലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ അന്തരീക്ഷത്തിലെ കാർമേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിനെ വിഘടിപ്പിക്കുന്നതിനാവശ്യമായ രാസപ്രവർത്തനമൊക്കെ നടത്തി ഒരു പ്രദേശത്ത് നിർണിത ചുറ്റളവിൽ മഴ പെയ്യിപ്പിക്കുന്നത് പോലെ അത് വലിയ തുകയാണ് ചെലവ് അതിന്. അതുപോലെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പകൽ ജീവിത സന്ധാരണമാണ്, അതവൻ മാറ്റിമറിച്ചിട്ട് രാത്രിയാക്കും. അത് അത്ര ഭൂഷണമായി ഖുർആൻ കാണുന്നില്ല. ജുമുഅ നമസ്കാരം കഴിഞ്ഞ ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. സൂറത്തുൽ ജുമുഅ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. ജുമുഅ ആ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇനി ഇബാദത്തുകളിൽ മുഴുകണ്ട, ഭൂമിയിൽ നീ വിരാജിക്കുക, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും അവൻ വിതറിയിട്ടുള്ള ജീവിത സൗകര്യങ്ങളും തേടുക, അത് നീ ഉപയോഗിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുക. ദൃഢമായി വളരെ കൃത്യമായി പണിയെടുക്കണം. ജോലിയെടുക്കുന്നവർ ജോലിയെടുക്കണം, കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്യണം. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ അള്ളാഹു പിന്നീട് ഉണർത്തിയ ഒരു കാര്യം, ഒരു ജീവിതത്തിൽ ഒരു ചരാചരങ്ങളോടും ഇല്ലാത്ത ഒരു വിചാരണ മനുഷ്യന് വച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി അറിയിച്ചത്. ലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാഹ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രഹസ്യമാക്കി വച്ചതും പരസ്യപ്പെടുത്തിയ കാര്യങ്ങളും എല്ലാം അള്ളാഹു നിങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കാൻ പോന്നതാണ്. ഫയഗ്ഫിറു ലിമൻ യശാ. അങ്ങനെ വിചാരണയുടെ ദിവസം അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ശിക്ഷിക്കും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ്. അതിലൊരു ഗൗരവമായ കാര്യമാണ്, നമ്മുടെ മനസ്സിലാണല്ലോ എല്ലാത്തിൻ്റെയും ഉറവിടം. രഹസ്യമായി സൂക്ഷിച്ചത്, നമ്മൾ പരസ്യമാക്കിയ ജീവിത കാര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുൻപിൽ വിചാരണയ്ക്ക് വിധേയമാകും. അപ്പോൾ പുറത്ത് കിട്ടുന്നവർ അതൊരു വലിയ മഹാഭാഗ്യം അനുഭവിച്ചവരാണ്. ശിക്ഷിക്കപ്പെടുന്നവർ ദൗർഭാഗ്യവാന്മാരായി മാറും. ഒരു ജീവജാലങ്ങൾക്കും ഈ ഒരു വ്യവസ്ഥയില്ല. എങ്ങനെയും ജീവിച്ചാൽ മതി, അവർക്ക് എങ്ങനെ ഒരു ചോദ്യത്തിന് വിധേയമാകണ്ട. ഇസ്ലാമിൽ മുസ്ലിം സമൂഹം അതല്ല അവരുടെ വിശ്വാസത്തിൽ. ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരുന്ന ഒരു സമയം. അങ്ങനെ കണക്ക് പറയേണ്ടി വരുമ്പോഴാണ് സമയം ആറ്റിക്കുറുക്കി ഓരോന്നും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ചോദ്യം ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഗൗരവമായി ഉണർത്തുകയുണ്ടായി. ഇബാദത്തിന് ഉപയോഗിക്കുന്ന സമയം രാത്രിയിലും, ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സമയവും, വിശ്രമത്തിന് പകൽ ഉപയോഗിക്കുന്ന സമയം, അധ്വാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം, കുടുംബങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയം, ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണമെങ്കിലും അവരുണ്ടാകണമല്ലോ. അതിനെന്താണ് ചെയ്യേണ്ടത്? വെറുതെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ച വളരെ വലിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്. അത് മനുഷ്യരാശിയോടുള്ളൊരു ഉത്ബോധനമാണ്. നമ്മളെല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു 50 കൊല്ലം പിന്നിട്ട എല്ലാവരും നമ്മൾ പ്രവർത്തനക്ഷമരാണോ, ക്ഷമതയുള്ളവരാണോ, അതല്ല അലസതയാണോ നമ്മുടെ മുഖമുദ്ര? നമ്മളെന്തെങ്കിലും പണിയെടുക്കാറുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാലഘട്ടം ചോദിക്കുന്നത്.
മുസ്ലിമുകളെ സംബന്ധിച്ച് അതിൽ കൃത്യമായൊരു ഉത്തരം ഉണ്ടാകണം. അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. പിരടിയും മുതുകും ഒടിച്ചു കളയുന്ന, തളർത്തിക്കളയുന്ന, കുമ്പിട്ട് കളയുന്ന ഭാരം, ജീവിത ഭാരം, മാനസിക സമ്മർദ്ദം എല്ലാം നിന്റെ തലയിൽ നീ അനുഭവിച്ചതാണ്. അതിൽ നിന്ന് അള്ളാഹു നിന്നെ ആ ഭാരത്തിൽ നിന്നാണ് മോചിപ്പിച്ചത്. അങ്ങനെ മോചിപ്പിച്ചപ്പോൾ ഒരു തത്വം പഠിപ്പിച്ചു. ഏതൊരു ചെറിയ പ്രയാസത്തിന്റെ കൂടെയും ഒരു പ്രയാസമില്ലായ്മ, എളുപ്പം ഉണ്ടാവും. ഏതൊരു ഞെരുക്കത്തോടൊപ്പവും ഒരു എളുപ്പം ഉണ്ടാവും. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏതൊന്നും ഒരു കയറ്റം കയറിയാൽ അതിനൊരു ഇറക്കം ഉണ്ടാവും. ഒരു ഭാരം എടുക്കേണ്ടി വന്നാൽ ഭാരമില്ലാത്തത് അവന്റെ ജീവിത ഭാഗമാകും. അതവൻ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ട് ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒരു ജോലി കഴിഞ്ഞാൽ അടുത്തത് തുടരണം. അതിന് പിന്നെ 2 ദിവസം കഴിയട്ടെ എന്നല്ല. ഒരു ജോലി ചെയ്ത് കഴിഞ്ഞു, അടുത്ത ജോലി നമ്മൾ ആരംഭിക്കണം. തൊഴിലിലാണ് ജീവിതത്തിൽ മഹത്വമുള്ളൂ. അത് അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും അനുഭവിച്ചു. അത് സഹാബികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. റമദാനിന്റെ ദിനരാത്രങ്ങൾ പോലും പണികളുടെ, ജോലികളുടെ ഒരു സമയ സന്ദർഭങ്ങളാണ്. അതിലൊരു ഭാഗം മാത്രമേ നമസ്കാരമുള്ളൂ. ബാക്കിയല്ല ആത്മീയ വ്രതാനുഷ്ഠാനത്തിലാണ്. വ്രതാനുഷ്ഠാനത്തിൽ ഒരു വലിയ ഗുണമുള്ളത് നമ്മുടെ കാഴ്ചയും കേൾവിയും ചിന്തയും വർത്തമാനവും മനസ്സും എല്ലാം പാകപ്പെടുത്തുക മാത്രമല്ല, ഒതുക്കങ്ങൾക്ക് വിധേയമാക്കി. മുൻപുള്ള ഒരു പ്രയാസം ഇന്ന് വർത്തമാനത്തിലില്ല. കാരണം വർത്തമാനം നിയന്ത്രിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിനൊരു ആയാസം ഇല്ല. ഇന്ന് റമദാനിലെ ആയാസം ഇല്ലാതിരിക്കാൻ കാരണം എന്താ? സംസാരം ഒരു 1/3 അങ്ങോട്ട് ചുരുങ്ങി. ഏതൊരു മനുഷ്യൻ അള്ളാഹുവിലും മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യഖുൽ ഖൈറ അവിൽ യസ്മുത്, ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ്. 3 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തെ അവൻ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നല്ലത് പറയാൻ അവൻ ശീലിക്കട്ടെ. നല്ലതാണ് അവൻ പറയേണ്ടത്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ 2-3 മണിക്കൂറൊക്കെ കടയിലും പീഡിയത്തിണ്ണയിലും കരിങ്കിലും റോഡിലും ഒക്കെ നിന്ന് സംസാരിച്ചിരുന്ന, വാദോരാതെ സംസാരിച്ചിരുന്ന ഒരു വിശ്വാസിക്കുന്ന 2 മിനിറ്റ് പറയാനുള്ള കാര്യമില്ല. സമയം അത്രയധികം ചുരുക്കപ്പെട്ടു എന്നാണ്. അംർ ഇബ്നു അബ്സ വഴി ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ ഉദ്ധരിച്ചൊരു ഹദീസ്. റസൂലുള്ളയോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ഇസ്ലാമിക കാര്യം ഏതാണ്? നബി അവിടുന്ന് മറുപടി പറഞ്ഞു, ഖാല ത്വീബുൽ കലാം, ഏറ്റവും സുഗന്ധം നിറഞ്ഞ, ഊഷ്മളതയുള്ള, കേൾക്കാൻ ഇമ്പം, മറ്റൊരാളെ ആകർഷിക്കുന്ന വർത്തമാനമാകുന്നു. അത് പറയുന്ന ഒരാൾ കേട്ടാൽ അയാൾക്ക് സംതൃപ്തി അടയണം, അയാളുടെ മനസ്സിന് കുളിർമയുണ്ടാകണം, അയാളുടെ മനസ്സിനൊരു സായുജ്യത അനുഭവിക്കാൻ കഴിയണം. ത്വീബുൽ കലാം വഇത്ആമു ത്വആം, ഭക്ഷണം ഭക്ഷിപ്പിക്കലുമാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ കാര്യം. ഭക്ഷിപ്പിക്കുക. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ സംസാരം പോലും നിയന്ത്രിക്കപ്പെട്ടു, കാഴ്ചകൾ നിയന്ത്രിക്കപ്പെട്ടു, കേൾവികൾ നിയന്ത്രിക്കപ്പെട്ടു. നോമ്പ് ഒരനുഷ്ഠാനമല്ല, മറിച്ച് ശ്രദ്ധയുടെ ഒരു കലവറയാണ്. ശ്രദ്ധകൾ ആവശ്യപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മല്ലം യദഉ ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. എത്ര പ്രസിദ്ധമായൊരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടക്കുന്നത് അവന് ആവശ്യമില്ല. അവൻ നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പട്ടിണി ആവശ്യപ്പെടുന്നില്ല. ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുക എന്നത് ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അവരെ പരിശീലിപ്പിച്ചെടുക്കുന്നത്, ആ പരിശീലനം സിദ്ധിച്ച് നിലനിൽക്കുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമല്ല. അവൻ ഭക്ഷണം ഒഴിവാക്കുക എന്നതിലല്ല അള്ളാഹുവിന്റെ താല്പര്യം. അവൻ ചീത്തയായ പ്രവൃത്തികൾ ഒഴിവാക്കണം.
ചീത്തയായ പ്രവൃത്തികൾ യുവസമൂഹം ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ റമദാൻ 30 ദിവസം അവരുടെ ഒരുപാട് തരം പ്രവർത്തനങ്ങൾ അതൊന്ന് നിയന്ത്രിച്ചാൽ ഈ രാജ്യം നന്നായി പോകും. അവരുടെ വർത്തമാനങ്ങൾ, നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, യുവാക്കളും യുവതികളും. അവരെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും വഷളത്വവും ഏറ്റവും മോശമായതും വൃത്തിഹീനമായതും അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ക്രൂരത പഠിപ്പിക്കുന്ന, വർഗീയത പഠിപ്പിക്കുന്ന, അകൽച്ചകൾ ഉണ്ടാക്കുന്ന എന്തെല്ലാം വീഡിയോകളാണ്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പ് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാകും. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വിഭവം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഊട്ടുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ സാധാരണ എല്ലാ സ്ഥലത്തും ഈ ഈശ്വരന് ഭക്ഷണം കൊടുക്കലും വയറ് നിറച്ച് വെള്ളം കൊടുക്കലും, രക്തമാണെങ്കിൽ രക്തം കൊടുക്കും, മാംസമാണെങ്കിൽ മാംസം കൊടുക്കും, പഴവർഗ്ഗമാണെങ്കിൽ പഴവർഗ്ഗം കൊടുക്കും, ഇതൊക്കെ ആരാധ്യരുടെ നിവേദ്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ഇവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഭക്ഷണവും തരണ്ട, അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായ ഒരു വിഭവവും നിങ്ങൾ എനിക്ക് സഹായിക്കണ്ട. ഒരു അറബി കവി പാടിയ ഒരു ഗാനമുണ്ട്, അത് വളരെ അർത്ഥവത്താണ്. നമ്മളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു നേരത്തെ ഭക്ഷണം നാം കൊടുക്കാറില്ല. മറിച്ച് മരണമടഞ്ഞു പോയവർക്ക് ഒബി അൽഫി അൽഫിൻ തുർസഖുല്ലം വാത്തു, ആയിരങ്ങളാണ് നമ്മൾ ചെലവഴിക്കുക. ഇനി അതൊരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. വലിയ വലിയ നോട്ടുകെട്ടുകൾ ചാക്ക് കറച്ചിട്ടാണ് കൊണ്ടുവന്നിടുക. അതിപ്പോ എണ്ണാൻ പല ഭാഗത്തും കൺവേർ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുകയാണ്. മനുഷ്യന് 10,000 പേരിൽ നിന്ന് എണ്ണിയാൽ തീരാത്തത്രയും പണം ദൈവത്തിന് വന്ന് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. അള്ളാഹു ഇവിടെ ആവശ്യപ്പെട്ടത് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, നിങ്ങൾ എനിക്ക് യാതൊരു ഭക്ഷണവും തരണ്ട, നിങ്ങളിൽ നിന്ന് യാതൊരു ഭക്ഷ്യവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലാണ്, നിങ്ങളുടെ ഒപ്പമുള്ളവരിലാണ്. ഒരു സാധു മനുഷ്യന്റെ ഒരു ചോദ്യോത്തരം ഇമാം ബുഖാരിയും മുസ്ലിമും അസ്ഹാബുസുനനും എല്ലാം ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അതിൽ റമദാനിന്റെ ഒരു ദിവസം ഒരു സാധുവായ മനുഷ്യൻ, ഒരു ഫക്കീർ, അയാൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിന് ഏർപ്പെട്ടു. അത് പാടില്ലാത്തൊരു കാര്യമായിരുന്നു. നബിയുടെ സദസ്സിൽ വന്നിട്ട് അദ്ദേഹം ആ കാര്യം എടുത്തു പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കഴിയില്ല. എങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനുള്ള ശേഷിയുമില്ല, ആരോഗ്യമില്ല, കഴിയില്ല എന്ന് നബിയോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, 60 ദിവസം 60 അഗതികൾക്ക് ഭക്ഷ്യം നൽകിക്കൂടെ? ഭക്ഷണം ഒരേ തരത്തെ ഭക്ഷണം ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു അതിന് ഒരു നിവൃത്തിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നബി വെറുതെ ഇരുന്നു ഇച്ചിരി നേരം. അത് കഴിഞ്ഞപ്പോൾ നബി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കാരയ്ക്ക കൊണ്ടുവന്നിട്ട് വച്ചിട്ട് പറഞ്ഞു, ഇത് നീ സദക്ക ചെയ്യും, നിന്നേക്കാൾ ആവശ്യമുള്ള സാധുക്കളായ ആളുകൾക്ക്. അതെടുത്തു പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മദീനയിൽ എന്നെ പോലെ ദരിദ്രൻ, എന്നിലും താഴെ കഴിവില്ലാത്ത ഒരാൾ ഈ രാജ്യത്തില്ല, ഒരു വീടില്ല, ഒരു വ്യക്തിയില്ല. നബി ഇതുപോലെ ചിരിച്ചത് സഹാബികൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ മനുഷ്യന്റെ ഈ മറുപടി കേട്ടിട്ട് നബിയുടെ അണപ്പല്ല് വരെയും വെളിവായി എന്നാണ് നബിയുടെ ചിരി ആ ഹദീസിൽ ഉദ്ധരിച്ചത്. അസ്ഹാബുസുനൻ 4 പേരും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ നബി പറഞ്ഞു, എങ്കിൽ നീ അത് എടുത്തിട്ട് നിന്റെ കുടുംബത്തിന് നീ കൊടുക്കും, ഭാര്യയ്ക്കും കൊടുക്കും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ജീവിതത്തിലെ പ്രായച്ചിത്തമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിലും ഈ ഇസ്ലാമിലെ എല്ലാ പ്രായച്ചിത്തവും മനുഷ്യർക്ക്
ജീവിക്കാൻ ആവശ്യമായത് നൽകുക വഴി നിന്റെ പാപത്തിൽ നിന്ന് നീ മോചിതനാവുക എന്നാണ്. അങ്ങനെയാണല്ലോ ഖുർആനിലെ എല്ലാ ഫിദിയയും പഠിപ്പിച്ചത്. അത് ഹജ്ജിന്റെ വേളയിൽ ഉണ്ടാകുന്ന ഫിദിയ എന്ത് ചെയ്യണം? ബലിയാണത്. ആ ബലി അറച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് മുഴുവനും ഫിദിയയുടെ ഒന്നും അറബി അറക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റില്ല. അത് മുഴുവനും സാധുക്കൾക്ക് കൊടുക്കണം. മൈസർ നിരോധിച്ചപ്പോൾ ജനങ്ങൾക്കൊരു ചെറിയ വിഷമം ഉണ്ടായി. കാരണം മൈസർ സമ്പന്നരുടെ ഒരു ചൂതാട്ടാണ്. വലിയ സമ്പന്നര് മാത്രമേ അതിൽ പങ്കെടുക്കുള്ളൂ. കാരണം അതിലെ ഒരു ചെറിയ സമ്മാനം പോലും അതിനകത്ത് കിട്ടുന്ന വിജയിക്ക് കിട്ടുന്നത് ഒട്ടകമാണ്. ഒട്ടകം അറബികളെ സംബന്ധിച്ച് അതിസമ്പന്നർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മൃഗമാണ്. താഴേക്കടയിലുള്ളവർക്ക് അതില്ല. കാരണം 5 ഒട്ടകം ചേർന്ന സക്കാത്ത് വാജിബായി. അപ്പൊ 5 ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിന്റെ നിസാബ് നിങ്ങളൊന്ന് കണക്ക് നോക്കുക. 5 ഒട്ടകമൊക്കെ ഒരാൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നനാണ്. അവരുടെ ഒരു ചൂതാട്ടമാണ് മൈസർ. കഷാഫില് മഹാനായ ഇമാം ദമഖ്ശരി അലൈഹി റഹ്മത്ത് വിവരിക്കുന്നു. റാസി തഫ്സീറുൽ കബീറിൽ ഇമാം റാസി അലൈഹി റഹ്മത്ത് അത് ആ രാജ്യത്തെ സാധുക്കൾക്ക് അത് വലിയ ആനന്ദമാണ്. കാരണം ഇന്നിവിടെ ചൂതാട്ടം നടക്കുന്നുണ്ട്. വമ്പൻ പ്രതീതികളാണ് അതിൽ പങ്കെടുക്കുക. അതിൽ ആര് ജയിച്ചാലും തോറ്റാലും ഒരുപാട് ഒട്ടകങ്ങൾ മാംസമായി ഭക്ഷണമായി ഞങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ 6 മാസത്തേക്ക്, ചിലപ്പോൾ 1 കൊല്ലത്തേക്കൊക്കെ. വലിയ ആഗ്രഹമായിരുന്നു. അതാണ് അള്ളാഹു നിരോധിച്ചത്. അപ്പൊ അവരുടെ മനസ്സിലൊരു വിഷമം വന്നു. പക്ഷെ ആ വിഷമം അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുൻപ് തന്നെ പരിഹാരമുണ്ടായി. പരിഹാരം എന്ന് പറഞ്ഞാൽ വിശക്കുന്നവന് ഭക്ഷണം നൽകണം. അതാണ് നോമ്പിന്റെ പ്രായശ്ചിത്തം. നോമ്പ് ജീവിതത്തിൽ 30 ദിവസവും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സ്ഖലിതങ്ങൾക്ക് പോലും മറ്റൊരാൾക്ക് ഭക്ഷണം നൽകിയാൽ മതി. ഇമാം ഷാഫി അലൈഹി റഹ്മയുടെ ഉമ്മിലും മറ്റ് അഹ്മദ് ഇബ്നു ഹുസൈമയുടെ കിതാബിലും ബൈഹഖിയുടെ ഖിലാഫിയാത്ത് അറിയപ്പെടുന്ന ഒരു കിതാബാണ്. ഇമാം ബൈഹഖി അലൈഹി റഹ്മയുടെ ആണ്. അതിനകത്ത് ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അതിനകത്ത് ഉദ്ധരിച്ചതെന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറച്ചുകൂടി ആളുകളൊന്ന് ഒതുങ്ങിയിരുന്നാൽ വരുന്നവർക്ക് ഇരിക്കാട്ടോ. ഈ ഇരിക്കുന്നവർ അത് സഫ് കുറച്ചുകൂടി ഒന്ന് ചേർന്നിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പുതിയതായിട്ട് വരുന്നവർക്ക് കടന്നു വരാനുള്ള സൗകര്യം ചെയ്യുക. അപ്പൊ അതിനകത്ത് ഇമാം ബൈഹഖി അലൈഹി റഹ്മ ഉദ്ധരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നോമ്പ് പിടിക്കാൻ കഴിയാതെ നോമ്പ് ഖളാ ആകുന്ന അവസ്ഥയിൽ മരണപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ ആ നോമ്പ് കൂടെയുള്ളവർ അഥവാ ആ കുടുംബത്തിലെ ഏറ്റവും അടുത്തവർ പിടിച്ചു വീട്ടണം എന്നതാണല്ലോ ഹദീസുകളിലുള്ളത്. എന്നാൽ ഇമാം ഷാഫി അലൈഹി റഹ്മത്ത് അങ്ങനെ അംഗീകരിച്ചില്ല. ബൈഹഖി ആ ഹദീസ് ഉദ്ധരിക്കുന്നത് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ ഒരു ഹദീസ് പണ്ഡിതനും എതിരഭിപ്രായം പറഞ്ഞതായി എനിക്കറിയില്ല. അത് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും ഇമാം അൽ-അഅ്ലം അബൂ ഹനീഫ അലൈഹി റഹ്മ അടക്കം മദ്ഹബിലെല്ലാം സുസമ്മതമാണ്. അതിൻ്റെ വലിയകൾ നോമ്പെടുത്ത് വീട്ടണം. മരിച്ചുപോയ ആൾക്ക് വേണ്ടിയുള്ള നോമ്പ് അവർ വീട്ടണം. അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ട നോമ്പ് അധികവും നബിയുടെ കാലത്ത് പിടിച്ചിരുന്നത് ഷഅബാൻ മാസമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ റമദാൻ വരികയാണല്ലോ. അപ്പൊ ഷഅബാനിലാണ് നഷ്ടപ്പെട്ട നോമ്പ് അധികവും ആളുകൾ പിടിച്ചു വീട്ടിയിരുന്നത്, സഹാബികൾ. പക്ഷെ ഇമാം ഷാഫി ആ വിഷയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അത് എടുത്തുദ്ധരിച്ചിട്ടാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ്. അതിന് പകരം എന്താ ചെയ്യുക? ഭക്ഷണം നൽകുക. നോമ്പുകാലത്തായാലും അല്ലാത്തപ്പോഴായാലും മറ്റൊരാൾക്ക് ഭക്ഷ്യം നൽകുക. ഇതാണ് ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥ. നോമ്പ് കാലത്ത് പോലും സക്കാത്തുൽ ഫിത്ർ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതാണ്. സക്കാത്ത് എല്ലാം തന്നെ നമ്മൾ ധാന്യമണികളെയാണല്ലോ കണക്കാക്കുന്നത്. ഗോതമ്പായാലും യവമായിരുന്നാലും ബാർലി ആയാലും ചോളമായിരുന്നാലും നെല്ലായിരുന്നാലും കാരക്കയും മുന്തിരിയും, അങ്ങനെ അക്കാലഘട്ടത്തിൽ കൃഷി ചെയ്തു വന്നിരുന്ന കൃഷി വിളകളെല്ലാം എടുത്തു പറഞ്ഞിട്ട് ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു. നിലത്ത് പടരുന്നത്, വള്ളിയായി പന്തലായി പടരുന്നത്, വലിയ വലിയ മരങ്ങളിൽ കയറിയിട്ട് പടർന്ന് കായ്കനികൾ ഉണ്ടാവുന്നത്, പിന്നെ ഓരോ സന്ദർഭം അനുസരിച്ച് കൊയ്തെടുക്കുന്ന വിളവുകൾ,
എല്ലാത്തിനും അള്ളാഹു വ്യവസ്ഥ നിശ്ചയിച്ചു. അതിൻ്റെ വിളവെടുപ്പ് എങ്ങനെ എപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ അതിൻ്റെ ഓഹരി സാധുക്കൾക്ക് കൊടുക്കുക. നമ്മുടെ സ്ഥലവും അത് ഉഴുതു പാകപ്പെടുത്തിയതും വിത്തിറക്കിയതും വളം ചെയ്തതും കള പറിച്ചതും വെള്ളം നനച്ചതും കൊയ്യിച്ചതും മെതിച്ച് ശരിയാക്കിയതൊക്കെ നമ്മുടെയാണ്. ഇതെല്ലാം നമ്മുടേതാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു വആതു ഹഖഹു യൗമ ഹസാദിഹി, അതിലൊരു ഓഹരി ഉണ്ടല്ലോ, ആ ഓഹരി നിന്റെ ചുറ്റുമുള്ളവർക്കുള്ളതാണ്, അത് നിങ്ങൾ നൽകുക. ഇസ്ലാമിക സമൂഹത്തിൽ ഒരു റമളാൻ ചുറ്റുവട്ടം മാത്രമല്ല, ഒരു നാട് മുഴുവനും ജീവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് റമളാൻ. ഒരു നാട്ടിലുള്ള ഒരു സമൂഹത്തിലുള്ള ഒരാളും അതിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നില്ല, കഷ്ടപ്പെടുന്ന അവസ്ഥയില്ല. അവരുടെ ഭക്ഷ്യവും ജീവിതവും സൗകര്യവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിനൊരു താങ്ങും തണലുമാകുന്നു. അതാണ് റമളാനിലെ ഏറ്റവും വലിയ വിഷയം. മനുഷ്യർ മൃഗങ്ങളോട് ആവശ്യപ്പെടാത്ത ഏറ്റവും വലിയ ആവശ്യമാണ് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇത് ജീവജാലങ്ങളിൽ ഒന്നിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അചേതന വസ്തുക്കൾ, ആകാശഭൂമികളും നക്ഷത്രങ്ങളും വൃക്ഷലതാദികളും എല്ലാം കുല്ലുല്ലഹു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് അവന്റെ നിയമം പാലിച്ച് മാത്രം നിലനിൽക്കുന്നതാണ്. അവർക്ക് സ്വയമായിട്ടൊരു തെരഞ്ഞെടുപ്പില്ല. മനുഷ്യനോട് പറഞ്ഞു, ജിന്നുകളോട്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്ത് രഹസ്യമായതും പരസ്യമായതും, ആത്മീയമായത്, ശാരീരികമായത്, സാമൂഹികപരമായിട്ടുള്ളത്. സാമൂഹികപരമായ ഇബാദത്താണ് സക്കാത്ത്. പരസ്യമായ മറ്റൊരു ഇബാദത്താണ് ഹജ്ജ്. ആത്മീയമായൊരു ഇബാദത്താണ് നോമ്പ്. സക്കാത്ത് പരസ്യമാണ്, സാമൂഹികമാണ്. ഒരു സമൂഹമാണ് അതിൻ്റെ ഉപഭോക്താക്കൾ മുഴുവൻ. ആ സമൂഹം ഏതെല്ലാം നിലയിലാ പരിഗണിച്ചത് അള്ളാഹു? 8 വിഭാഗമായി. ആ 8ൽപ്പെടാത്ത ആരെങ്കിലും നമ്മളിലുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ആരും ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉണർവുണ്ടാവുക. സക്കാത്തിൽ ഒരു വകുപ്പ് എൻ്റേതാണ്, ഒരു ഭാഗം എൻ്റേതാണ് എന്ന തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അവരത് ചോദിക്കാം. അപ്പൊ ഖുർആൻ തന്നെ വ്യവസ്ഥ ചെയ്തത് ഇത് നിങ്ങളുടെ ആരുടെ ഔദാര്യവും വിശാല മനസ്സൊന്നുമല്ല, അള്ളാഹു അവരിൽ നിക്ഷേപിച്ച നിക്ഷേപത്തിന്റെ ഓഹരി അള്ളാഹു നിശ്ചയിച്ച് ഞങ്ങൾക്ക് ബാക്കി വെച്ചതാണത്. ഞങ്ങൾക്ക് അങ്ങനെയാണ് തന്നിട്ടുള്ളത്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിലേറ്റവും വലിയൊരു തെളിവല്ലേ അത്? എല്ലാ ഹദീസിന്റെ കിതാബിലും ഉണ്ട്. 3 കൊല്ലത്തിൽ കൂടുതൽ. ഇപ്പൊ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തിയിട്ട് എവിടേക്കാ സ്ഥലം കിടക്കണേന്നറിയോ? അതിന് അതിർത്തിയുണ്ട്, വേലിയുണ്ട്, മതിലുണ്ട്, ഒക്കെ ഉണ്ട്. 3 കൊല്ലമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. എങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനകത്ത് ആ പൂട്ടൊക്കെ പൊളിച്ച് കയറിയിട്ട് കൃഷി ഇറക്കിയാൽ ആ കൃഷിക്കാരനാണ് ആ സ്ഥലം എന്ന് പറയുന്ന ഒരു ധീരതയുണ്ടല്ലോ, അത് ഇസ്ലാമിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് നമുക്കിവിടെ കഴിയില്ല. കോടതി അതിനകത്ത് ഇടപെടും, പോലീസും ഇടപെടും. പക്ഷെ മുസ്ലിമുകളെ സംബന്ധിച്ച് ആ സ്ഥലം കൃഷി ചെയ്യുന്ന, അതിനെ സജീവമാക്കുന്നത് ആരോ, പണിയെടുക്കുന്നത് അയാൾക്കുള്ളതാണ്. അപ്പൊ സാധുക്കളെ സംബന്ധിച്ച് അവന് തൊട്ട് മുൻപിൽ ഇതുണ്ട്. അങ്ങനെ ഒരാൾ വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, വിത്തും നുകവും നമ്മൾ തരും, ഗവൺമെന്റ് തരും, വളവും തരും. അതിന്റെ സമയത്ത് പണി നീ എടുത്താൽ മതി. 3-1 ഗവൺമെന്റിന്. ഖലീഫ ഉമർ ഒന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ ഉമറുൽ ഫാറൂഖ് എന്ന പേരിലുള്ള ഒരുപാട് കിതാബുകളുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ വിധിയാണ്. അപ്പൊ അവനത് സജീവമാക്കാം, മരിച്ചു കിടക്കൂല. വെറുതെ ആ 1 ഇഞ്ച് സ്ഥലവും വെറുതെ കിടക്കൂല. അത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും പറയുന്നത് കൃഷി ചെയ്യുന്നവൻ മണ്ടനാണ്, എന്തുണ്ടായിട്ടാണ്, എന്ത് കിട്ടുമെന്നാണ്. കുടിക്കാനുള്ള, കഞ്ഞി കുടിക്കാനുള്ള അരിയെങ്കിലും കിട്ടൂലേ? അതിന് നമുക്ക് നേരമില്ല. ഞാൻ ആ വാക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് വിശുദ്ധ റമളാനാണ്. സുമ്മ ഔറസിനൽ കിതാബ് അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിർ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നീട് നാം കിതാബ് നൽകി.
തെരഞ്ഞെടുത്ത ഒരു ജനതയ്ക്കാണ്. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ നമുക്ക് കിട്ടുന്നു എന്ന്. അള്ളാഹുവിന്റെ റസൂല് നമ്മളിൽ നിയുക്തരായി. വിശുദ്ധ ഖുർആൻ എന്ന കിതാബ് നമുക്ക് കിട്ടി. പക്ഷേ നമ്മളിൽ അക്രമകാരികളുണ്ട്, നമ്മളിൽ മിതത്വം പാലിക്കുന്നവരുണ്ട്, പക്ഷേ നമ്മളിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരുണ്ട്. സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ അത് സൂറത്ത് 23-ാമത്തെ സൂറത്തിലെ 63-ാമത്തെ ആയത്തും 90-ാമത്തെ ആയത്തുമാണ് തോന്നുന്നു, ഓർമ്മയിൽ അതാണ് വന്നത്. അതിൽ സഹാബികൾക്കുണ്ടായ പരിഭ്രാന്തി എന്താണെന്നറിയോ? എന്തോരം ചെയ്തു തീർക്കാൻ കഴിയും എന്ന ഉത്സാഹമല്ല, ഈ ചെയ്തത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയപ്പാടായിരുന്നു. സ്വീകരിക്കുമോ എന്ന, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളിപ്പോ ഈ റമദാനിനെ നമ്മുടെ കഴിവനുസരിച്ചും അറിവനുസരിച്ചും സ്വാംശീകരിക്കുകയാണ്. ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യുകയാണ്, സഹായിക്കുകയാണ്. അതുപോലെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ, രാത്രി നമസ്കാരമുണ്ട്, നോമ്പ് ഉറപ്പിക്കലുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നത് പടച്ചവൻ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു അവരെ വിരളി പിടിപ്പിച്ചിരുന്നത് എന്നാണ് ആ ആയത്തിന്റെ താഴെ എല്ലാ തഫ്സീറുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നൊരു തഫ്സീർ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും വളരെ നന്നായി ശ്രദ്ധയോടെ സ്വീകരിക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക. അതേ നിലയിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സമൂഹത്തിന്, കുടുംബാദികൾക്ക്, അയൽവാസികൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഒരു പുതുജീവൻ ആകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.